അക്രമം നടന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചയൊക്കെ നടക്കുമ്പോഴും രാഹുലിന്റെ പാർട്ടിയുടെയും നോട്ടം തെരഞ്ഞെടുപ്പും രാഷ്ട്രീയ നേട്ടവും അധികാരവും ഒക്കെയാണ്. വല്ലാത്തൊരവസ്ഥ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ. ഇതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ആയി മാറുന്നത്. അവരുടെ ഉള്ളിലുള്ള അക്രമങ്ങളെ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ ദൗത്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിപ്പോ പിണറായി വിജയൻ എന്തോ ഒരു കേരള പോലീസിന് എന്തോ ഒരു ക്രെഡിറ്റ് കൊടുക്കാൻ വേണ്ടി പെട്രോളുമായി ഒരാളെ പറഞ്ഞയച്ചതാണ് എന്ന രീതിയിലായിപ്പോ ഇദ്ദേഹത്തിന്റെ ഒരു സംസാരം. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ ഈ പുര കത്തുമ്പോ വാടവെട്ടുക എന്ന് പറയുന്നത് പോലെയാണ് ഈ രാഹുലിന്റെ ഒക്കെ ഒരു പ്രതികരണം. പോലീസിനെ ഇച്ഛാശക്തിയോടെ നയിക്കുന്ന ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട്. അതിന് നിങ്ങൾ ഇനി എങ്ങനെ വില കുറച്ച് കാണാൻ ശ്രമിച്ചാലും അത് ഈ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങൾക്കും കിട്ടണം പണം എന്നുള്ള നിലക്ക് ഇതിനെയൊക്കെ അങ്ങ് ആകെ കലക്കി ഒന്ന് രാഷ്ട്രീയമായി എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്തണം എന്ന് കരുതുന്ന തരത്തിലുള്ള സതീശൻ കഞ്ഞിക്കുഴിമാരുടെ പ്രസ്ഥാനമായി അധപ്പതിക്കുന്നല്ലോ ഈ കോൺഗ്രസ്. ഇത്രയേറെ ആളുകൾ തിങ്ങി നിറഞ്ഞൊരു തീവണ്ടി യാത്രയ്ക്ക് പോകുമ്പോൾ അയാൾക്ക് വളരെ സുഗമമായി അയാളുടെ കയ്യിൽ പെട്രോൾ കരുതുവാൻ കഴിയുന്നു. അതിന്റെ സുരക്ഷിതത്വത്തിന് അതിരൂക്ഷമായ വീഴ്ചയിലേക്കല്ല വിരൽ ചൂണ്ടുന്നത്. ഇതിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ ഇവർക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടോ? ബന്ധപ്പെട്ട അന്വേഷണം നടത്തി ഇത് പൂർത്തീകരിച്ച കേരള പോലീസിന്റെ അന്വേഷണം മികവിന്റെ ഉദാഹരണമായിട്ട് മുഖ്യമന്ത്രി ഇതിനെ കണ്ടെത്തിയിട്ട് അഭിനന്ദിക്കുക. സത്യത്തിൽ ഈ CPM-കാരെ കണ്ടിട്ടാണോ വൈക്കം മുഹമ്മദ് ബഷീർ എട്ടുകാലി മമ്മൂജ് എന്ന് പറയുന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചതെന്ന് നമ്മൾ വിചാരിച്ചാൽ പോലും ഒരു തെറ്റുമില്ല. ഈ കേരളത്തിലെ 62 ലക്ഷത്തോളം പാവപ്പെട്ട മനുഷ്യന്മാർക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും വിഷു കൈനീട്ടം കൊടുക്കുകയാണ്. എന്താ സംഭവം? കഴിഞ്ഞ 3 മാസമായി മുടങ്ങി കിടന്ന പെൻഷന്റെ കുടിശ്ശിക 2 മാസം കൊടുത്തു തീർക്കുകയാണ്. ഇപ്പൊ ഷാനിയുടെ കയ്യിൽ നിന്ന് 10,000 രൂപ കടം വാങ്ങുന്നു. ഷാനി എന്നെ പലതവണ വിളിച്ചു ചോദിക്കുന്നു, എന്റെ പണം എവിടെയും ചോദിക്കുന്നു. ഞാൻ തരാതിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ ഞാൻ അതിനകത്തുനിന്ന് 5,000 രൂപ എടുത്ത് ഈ വിഷുവിന് തന്നിട്ട് പറയാം, ഷാനി ഇതിരിക്കട്ടെ എന്റെ ഒരു കൈനീട്ടമായിട്ട് എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടാൽ ഷാനി എന്നെ ഒരല്പനായിരിക്കില്ല വിളിക്കുക. ഞാൻ പറയുന്നത് എനിക്കൊരു തണ്ടിനും പേടിയില്ല. 1 ലക്ഷം പുതിയ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിന്റെ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം കൂടെ നടത്തിയൊരു തള്ളു. അത് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞു 3 മാസത്തിനുള്ളിൽ അടുത്ത തള്ളും നടത്തി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇപ്പോ ഏറ്റവും ഒടുവിൽ ഇപ്പൊ മനോരമയുടെ റിപ്പോർട്ട് വ്യാജമാണെന്ന് പറഞ്ഞിട്ട് P. രാജീവ് 1.5 മണിക്കൂർ നീണ്ടുന്ന മനോരമ ക്ലാസ് എടുത്തായിരുന്നല്ലോ മാധ്യമപ്രവർത്തനത്തിന്റെ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം അടിയന്തരമായിട്ട് ക്ലാസ് എടുക്കേണ്ട കേരളത്തിന്റെ വിദ്യുച്ഛക്തി വകുപ്പിനാണ്. KSEB പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ എന്താ? കേരളത്തിൽ പുതിയ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുവാനായിട്ട് ആകെ 5,550 കണക്ഷനുകളാണ് കൊടുത്തിട്ടുള്ളതെന്ന് പറയുന്നു. സർക്കാർ അവകാശപ്പെടുന്ന 1 ലക്ഷം പുതിയ സംരംഭങ്ങൾ വന്നു എന്ന് പറയുന്നു. കണക്കുകളൊന്നും ശരിയാകുന്നില്ലല്ലോ ഗംഗാര. അപ്പൊ 94,500 പുതിയ സംരംഭങ്ങൾ, 1,05,500 മാത്രമാണ് പുതിയ കണക്ഷൻ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ 94,500 പുതിയ വ്യവസായ സംരംഭങ്ങൾക്ക് കറണ്ട് പോലും വേണ്ട, മെഴുകുതിരി വെട്ടത്തിലോ ചിമ്മിനി വിളക്കിന്റെ വെട്ടത്തിലോ അങ്ങോട്ട് പ്രവർത്തിക്കുന്ന വ്യവസായ സംരംഭങ്ങളാണ് എന്നുള്ള തലത്തിലാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സംശയമൊന്നുമില്ലല്ലേ? ആ ട്രെയിന് അവിടെ പിടിച്ചിടാതെ ആ ട്രെയിൻ മുന്നോട്ട് പോകുവാൻ സമ്മതിക്കുകയാണ്. ഈ ട്രെയിനിനകത്ത് തന്നെയാണ് അയാൾ കണ്ണൂരിൽ വരെ പോയതെന്നും അവിടെ നിന്ന് അടുത്ത ട്രെയിൻ മാറിയിട്ടാണ് അയാൾ ഡൽഹിയിലേക്ക് പോകുന്നതെന്നും വാർത്തകൾ വരുമ്പോ എത്രമാത്രം ഗുരുതരമായ വീഴ്ചയാണ് അവിടെ അന്വേഷണ സംഘത്തിൻ്റെതായിട്ട് ഉണ്ടായിട്ടുള്ളത്. അതൊരു പോരായ്മ തന്നെയാണ്. രണ്ടാമത് രേഖാചിത്രം. ഇപ്പൊ രേഖാചിത്രത്തെ പറ്റിയിട്ട് ഈ രേഖാചിത്രം ആദ്യം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച ഇതിനകത്ത് പ്രതി അല്ലു അർജുൻ ആണെന്നാ. പറയാൻ പാടില്ല. ആളുടെ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ലേണൽ മെസ്സിയെ പോലെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ചില ആളുകൾക്ക് ആ ആളെ കണ്ടു കഴിഞ്ഞപ്പോൾ, ആ രേഖാചിത്രം കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ തന്നെ മാധ്യമ പ്രവർത്തന കമ്മ്യൂണിറ്റിയിൽ അംഗമായ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ പോലെ ഇരിക്കുകയാണെന്ന് പറഞ്ഞു. ഇല്ല, അയാളോടൊപ്പം ആരെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ബോധ്യമില്ല. അയാളുടെ റിയൽ ഇന്റൻഷൻ എന്തായിരുന്നു എന്ന് നമുക്ക് ബോധ്യമില്ല. അയാൾ ആരെയായിരുന്നു ടാർഗറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യമില്ല. ഇത്തരത്തിൽ ഉത്തരമില്ലാത്ത ഒരു പിടി ചോദ്യങ്ങൾ കിടക്കുമ്പോഴും സർക്കാർ എന്തിനാണ് തിടുക്കം കൂട്ടുന്നത്? സർക്കാർ തിടുക്കം കൂട്ടുന്നത് ഇതിന്റെ ക്രെഡിറ്റ് വേറെ ആർക്കും പോകരുത്. വേണ്ടായിരുന്നു. ഭയങ്കര മോശമായി പോയി. ദുരന്തം ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ടല്ല ഇവർ ഈ അല്പത്തരം കാണിക്കുന്നത്. ആദ്യം കോവിഡ് ഇങ്ങോട്ട് വന്ന സമയത്ത് തന്നെ കോവിഡ് കേരളത്തിലേക്ക് ലാൻഡ് ചെയ്യാൻ ഞങ്ങൾ സംഭവിച്ചില്ല. അതിനു മുന്നേ എയറിൽ വെച്ച് തന്നെ ഞങ്ങൾ പിടിച്ചു കെട്ടി PR വിദഗ്ധന്മാരെ ഉപയോഗിച്ചുകൊണ്ട് തള്ളിമറിച്ചത്. പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങും. അതിന്റെ യാഥാർത്ഥ്യം എന്താ? കേരളം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം കോവിഡ് ഡെത്തുള്ള സംസ്ഥാനമായി മാറി. കോവിഡ് മരണങ്ങൾ പോലും മറച്ചു വെച്ചു എന്ന് ഇവർക്ക് തന്നെ പിന്നീട് സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പൊ ദുരന്തത്തിൽ പോലും എങ്ങനെയെങ്കിലും ഞങ്ങൾക്കൊരു PR കിട്ടുമോ? മനസ്സിലായി. വഴിയെ പോകുന്ന ഏതെങ്കിലും ചെറിയൊരു കാര്യത്തിന്റെ പോലും വിജയമാണ് എങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ അതിന് പ്രതിനിധിത്വം ഏറ്റെടുക്കാനായിട്ട് മത്സരിക്കുന്ന സർക്കാരുകൾ ഈ വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ മാത്രം എങ്ങനെ അതൊക്കെ ഒറ്റപ്പെട്ടതാകുന്നത്?
ഇതൊക്കെ ഇവന്റെ അടവല്ലേ? ഇല്ല, ദുരന്തത്തിന്റെ സമയത്താണ് രാഷ്ട്രീയം പറയേണ്ടത്. ഇത്ര വലിയൊരു ദുരന്തമുണ്ടായി, ഒരുത്തൻ ഏതോ ഒരുത്തൻ ഊരും പേരും അറിയാത്ത ഒരുത്തൻ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ നാട്ടിലെ 3 ജീവനുകൾ നഷ്ടമായിരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ സർക്കാരിന് അതിന്റെ ക്രെഡിറ്റ് എടുക്കുവാൻ ഒരു നാണവുമില്ലല്ലോ, ഒരു മാനവുമില്ലല്ലോ, ഉളുപ്പില്ലല്ലോ. അങ്ങനെ ഒരു സർക്കാരിനോട് തിരിച്ച് രാഷ്ട്രീയം തന്നെയാണ് പറയാനായിട്ടുള്ളത്. ഗോവിന്ദൻകുട്ടി പറയുന്നതാ ശരി. ഈ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എന്തും സംഭവിച്ചോട്ടെ, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും അധികാരത്തിന്റെ ആ തണലിലേക്ക് എത്തണം എന്നുള്ള ആഗ്രഹമാണ് നിങ്ങൾക്ക്. നിങ്ങളുടെ അല്പത്തരങ്ങൾക്കാണ് കേരളത്തിലെ ജനങ്ങൾ മറുപടി കൊടുക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ട് ഉപ്പിലിട്ട് വെക്കേ. ഇനി ദുരന്തങ്ങളിലേക്ക് നമ്മളെ തള്ളിവിടുന്ന ആളുകൾക്കെതിരായിട്ട് സംസാരിക്കുമ്പോൾ അത് രാഷ്ട്രീയമാണെങ്കിൽ അതിന്റെ പേര് ഇവിടെ ശ്രീ വസീഫ് സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പിൽ അങ്ങ് പരാജയപ്പെട്ടോട്ടെ. ഈ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അവസാന മാൻഡേറ്റ് അൾട്ടിമേറ്റം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പുകൾ മാത്രമല്ല. നിനക്കിങ്ങനെ തന്നെ വേണം. താങ്കളോട് ഞാൻ ഡിവൈഎഫ്ഐ യോഗത്തിൽ ഇത് പ്രസംഗിക്കാൻ പറഞ്ഞത് അവിടെ ആകുമ്പോൾ എതിർ ചോദ്യങ്ങളും വരത്തില്ല, മറുവാദങ്ങളും വരത്തില്ല. അതുകൊണ്ടാണ് താങ്കൾക്ക് അവിടെ യഥേഷ്ടം പറയാന്ന് പറഞ്ഞത്. അതുകൊണ്ട് പത്രം ദേശാഭിമാനിയിൽ നിങ്ങൾക്ക് അനുകൂലമായി വരുന്നത് മാത്രം വായിച്ചാൽ പോരാ, അതിനുശേഷം വരുന്ന പ്രതികൂലമായ മറ്റു പത്രങ്ങൾ കൂടി വായിക്കാൻ താങ്കളെ ഓർമ്മപ്പെടുത്തുന്നു. എഴുത്തും വായന അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ.